ഹലോ എവരിവൺ, അസ്സാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് നല്ല കമൻസ് വന്നിട്ടുണ്ടായി. പറയാതിരിക്കാൻ വയ്യ, ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും എന്നെ നല്ല നല്ല കമൻസിലൂടെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് തുടർന്നും ഇതുപോലെ ഹെന്ന ക്ലാസ്സുകൾ എടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് വന്നത്. അപ്പോൾ നമുക്കിതൊരു സീരീസ് പോലെ പ്ലാൻ ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ട്രൈ ചെയ്യാം. അതുപോലെ നിങ്ങൾക്കും എന്തിനെക്കുറിച്ചാണ് ക്ലാസ്സുകൾ വേണ്ടതെന്ന് കമൻസിലൂടെ സജസ്റ്റ് ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബേസിക് ഹെന്ന ഫ്ലോറൽസ് ആണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരിക. ഇവിടെ ഞാൻ പറയുന്ന ഒരുപാട് എലിമെൻറ്റ്സ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള ഒരുവിധം എല്ലാ ഹെന്ന ഫ്ലവേഴ്സും സ്വോൾസും ഹംസും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഞാൻ ഇതുപോലെ ഫ്രിൽസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഈ പെറ്റൽസിൻ്റെ രണ്ടറ്റങ്ങളും തിന്നായിട്ടുള്ള ലൈൻസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തിന്നായിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുറയ്ക്കുക. നടുഭാഗം എത്തുമ്പോൾ കുറച്ചൊന്ന് പ്രഷർ കൂട്ടിയിട്ട് കട്ടിയുള്ള ഭാഗം വരയ്ക്കുക. എന്നിട്ട് പിന്നെ അവസാനിക്കുമ്പോൾ പിന്നെയും തിൻ ലൈൻസ് വെച്ചിട്ട് തന്നെ അവസാനിപ്പിക്കുക. ഓൾറെഡി നമ്മുടെ ഹംസ് കുറച്ച് തിന്നായിട്ടുള്ള കാരണം പെറ്റൽസിൽ ഇങ്ങനൊരു വേരിയേഷൻ കൊടുക്കുമ്പോഴാണ് നമ്മുടെ പൂവിന് ഭംഗി വരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഫ്ലവറും ഇതേപോലെ തന്നെ സ്വോൾസും ഹംസും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ പെറ്റൽസ് കുറച്ചും കൂടെ ഫാൻസിയാണ്. നടുഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ആ കർവാണ് ഈ പെറ്റലിനൊരു ഭംഗി കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നടുഭാഗം എത്തുമ്പോൾ പെറ്റൽസിൻ്റെ കട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ പൂവ് മൊത്തത്തിൽ കാണുമ്പോഴുള്ള ഒരു ഭംഗി കൂട്ടും. പൂവിന് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷെയ്ഡിങ് ടെക്നിക്ക് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. വളരെ ചെറിയ പ്രഷർ മാത്രമേ നമ്മൾ കൂണിന് കൊടുക്കുന്നുള്ളൂ. കൂണിൽ നിന്ന് പേസ്റ്റ് പുറത്തേക്ക് വരുന്നില്ല എന്ന് തന്നെ പറയാം. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലൈൻസ് മാത്രമാണ് നമ്മൾ കോൺസ് വെച്ചിട്ട് വരക്കുന്നത്. ഈ ഒരു പ്രഷർ കൺട്രോൾ നമുക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ഈ ടെക്നിക്ക് നമുക്ക് മാസ്റ്റർ ചെയ്യാം. ഇങ്ങനെ ഷെയ്ഡിങ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലവേഴ്സ് കൂടുതൽ ഭംഗിയാവുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് എന്തായാലും ഈ ടെക്നിക്ക് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഷെയ്ഡിങ് ടെക്നിക്ക് നമ്മൾ വരച്ച ഫ്ലവറിലൊന്ന് ചെയ്ത് നോക്കാം. കോണിന് വളരെ ലൈറ്റായിട്ടുള്ള പ്രഷർ കൊടുത്തിട്ട് ചെറിയ ചെറിയ സ്ട്രോക്സ് നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ കൂടുതൽ ഭംഗിയായി വരുന്നുണ്ട്. ഇതിലും ഭംഗിയാണ് നമ്മൾ സ്കിന്നിൽ ഈ ഷെയ്ഡിങ് ടെക്നിക്ക് യൂസ് ചെയ്താൽ. ബിഗിനേഴ്സിന് ഹംസിന് ചുറ്റും പൂവിൻ്റെ പെറ്റൽസ് ഇതുപോലെ ഈക്വലായിട്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതളുകൾ ഈക്വലായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ആദ്യം ആ സ്പേസ് ഓപ്പോസിറ്റ് സൈഡ്സിൽ മാർക്ക് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ ഓരോ സൈഡ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമ്മൾ പെറ്റൽസ് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ കൂടെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് നമ്മുടെ ഇതളുകൾ കിട്ടും. ഇനി നമുക്ക് ചെറിയ പെറ്റലാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കിങ്സിൻ്റെ എണ്ണം കൂട്ടിയാലും മതി. അപ്പോൾ നമുക്ക് പൂവിന് ചുറ്റും കുറച്ചും കൂടെ ഇതളുകൾ കിട്ടും. ഞാനിവിടെ വേറെ രീതിയിലാണ് ഷെയ്ഡിങ് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് അടിയിലേക്കാണ് സ്ട്രോക്സ് വരയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇതളിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് സ്മഡ്ജ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് അവസാനം ഒന്നും കൂടെ ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ പൂവിന് ഒരു ഡിഫറെൻറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെറ്റലിൻ്റെ നടുക്കായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ലൈൻസ് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വരച്ച ഫ്ലവറും കുറച്ച് ഡോട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് വേറൊരു രീതിയിലും കൂടെ വരയ്ക്കാൻ പറ്റും. ഫ്രിൽസ് വരയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഫ്രിൽസ് വരച്ച് കൊടുക്കുന്നത്. ആദ്യമൊക്കെ കുറച്ചധികം ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നമ്മുടെ കൂണ് ആ ഡോട്ടുമ്പോൾ തൊടാൻ പാടില്ല. തൊട്ടാൽ അത് പരക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ വളരെ പതുക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഫ്ലവേഴ്സ് എപ്പോഴും വട്ടത്തിൽ തന്നെ ആവണമെന്ന് നിർബന്ധമല്ല. ഒരു ടിയർ ഡ്രോപ്പ് ബേസ് കൊടുത്തിട്ട് പിന്നെ അതിന് ചുറ്റും വരക്കുന്ന ഒരു ഫ്ലവറാണിത്. ഇത് നമ്മൾ ഒരുപാട് ഹെന്ന ഡിസൈൻസിൽ കണ്ടുവരുന്നൊരു പൂവാണ്. ഇതിന് ചുറ്റും ഹംസാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അറ്റെത്തുമ്പോൾ നമ്മുടെ ഹംസിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ ഫ്രിൽസ് കളർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു എലിമെൻ്റാണ് ഞാൻ വരക്കുന്നത്. ഇത് നമുക്ക് ഒറ്റ സ്ട്രോക്കിൽ തന്നെ വരയ്ക്കാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട വൈൻസ് ഒന്ന് പരത്തി വരയ്ക്കുന്ന പോലെ വരച്ചാൽ മതി.
ബാക്കി എലമെൻസിൻ്റെ കൂടെ വരുമ്പോഴാണ് ഈ പൂവിന് ഭംഗി വരുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു തണ്ടും 2 ഇലയും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ വരച്ച ഫ്ലവേഴ്സ് എല്ലാം നോൺ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ ശരിക്കുള്ള ഫ്ലവേഴ്സിനായിട്ട് സാമ്യമുള്ള കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുള്ള ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതുപോലെ നടുവിൽ സ്വേൾസിന് പകരം ചെറിയ ചെറിയ സർക്കിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ് ടെക്നിക്ക് നമുക്ക് നോക്കാം. പെറ്റൽസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്യാതെ വെറുതെ 2 അറ്റങ്ങളിൽ മാത്രം ഷെയ്ഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ പൂവിന് ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പക്ഷേ കുറച്ചും കൂടെ സ്ട്രോക്സ് അടിയിൽ നിന്ന് മുകളിലേക്കും കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പൂവൊന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഔട്ട്ലൈൻസ് ഒന്നും കൂടെ ഡാർക്കൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ഒരു ചെമ്പരത്തിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വേർഷനാണ്. നമ്മൾ ഹാർട്ട് ഷേപ്പിൽ വരച്ച പെറ്റൽസ് കുറച്ചും കൂടി ഒരു വേരിയേഷൻ കൊടുത്താൽ നമുക്ക് ചെമ്പരത്തീൻ്റെ ഇതളുകൾ കിട്ടും. അപ്പോൾ ചെമ്പരത്തിയുടെ നടുവിലുള്ള പിസ്റ്റലും അതുപോലെ സ്റ്റേമൻ്റെ ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡൽ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. നടുവിലുള്ള ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പെറ്റൽസ് നമുക്ക് നേരത്തെ ഷെയ്ഡ് ചെയ്ത പോലെ തന്നെ അറ്റങ്ങളിൽ മാത്രമായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഫ്ലവർ ചെറി ബ്ലോസമാണ്. ഇത് ഞാൻ ഡ്രേപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി അവർ യൂസ് ചെയ്യുന്ന കോണിൽ നിന്ന് പേസ്റ്റ് ഇതുപോലെ ഫൈൻ ലൈൻസ് ആയിട്ട് വരുന്നില്ല എന്ന്. അപ്പോൾ അതൊക്കെ കെമിക്കൽ കോൺസ് ആണ്. നമ്മൾ ഓർഗാനിക് കോൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നല്ല ഫൈൻ ആയിട്ടുള്ള ലൈൻസ് നമുക്ക് കോണിൽ നിന്ന് കിട്ടും. ചെറി ബ്ലോസത്തിൻ്റെ സ്റ്റേമൻ ഞാൻ ഇതുപോലെ ഡോട്ട്സ് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇതൊരു ജാപ്പനീസ് ഫ്ലവറാണ്. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഈ ഫ്ലവർ യൂസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു. ഫൈവ് പെറ്റൽസുള്ള ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇതളുകൾ ഈക്വലായിട്ട് പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു ട്രിക്കും കൂടിയുണ്ട്. ഫസ്റ്റ് നമ്മളൊരു പെറ്റൽ വരയ്ക്കുക, എന്നിട്ട് അതിൽ ഓപ്പോസിറ്റ് ആയിട്ടൊരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പെറ്റൽസ് നമ്മൾ ഈ മാർക്കിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള പെറ്റൽസ് നമുക്കിതിൻ്റെ ഇടയിൽ ഈസി ആയിട്ട് കൊള്ളിക്കാൻ പറ്റും. ഇതിപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളൊരു 5 പെറ്റലിൻ്റെ ഫ്ലവറാണ്. നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ട് പെറ്റൽസൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് റോസസിൻ്റെ വേരിയേഷൻസ് നോക്കാം. ഞാനിവിടെ വരയ്ക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള മോഡലാണ്. ഓരോ റോസ് പെറ്റലും നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അടുത്ത പെറ്റലാണ് അതിനെ ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ റോസിൻ്റെ പെറ്റൽസ് ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. ഔട്ട്ലൈൻസ് നല്ല തിക്കായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഡിസൈനിൽ നമ്മുടെ ഈ റോസസ് എടുത്ത് കാണിക്കുക. ഈ റോസിൻ്റെ പെറ്റൽസ് ഇങ്ങനെ സൈഡിലേക്ക് വളഞ്ഞു വരുന്ന കാരണം നമ്മൾ അതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് വേറൊരു റോസ് നോക്കാം. പെറ്റൽസിൻ്റെ ഷേപ്പ് മാറിയെന്നേ ഉള്ളൂ. നേരത്തെ വരച്ച പോലെ തന്നെ ഇടയിലേക്കായിട്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് പിന്നെ അതിന് ചുറ്റും ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു റോസാണ്. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള റോസസ് വരയ്ക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഹെന്ന ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്കും അതുപോലെ അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ വരയ്ക്കുന്നത് 3 ലെയറുള്ള റോസാണ്. ഫസ്റ്റ് ലെയറായിട്ട് കാണിക്കുന്നത് ഒരു സ്വേളും 2 ചെറിയ പോയിൻറ്റഡ് ആയിട്ടുള്ള പെറ്റൽസുമാണ്. പിന്നെ വലിയ വലിയ പെറ്റൽസ് നമ്മൾ അതിന് ചുറ്റും വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ 2 പെറ്റൽസിൻ്റെ ഇടയിലായിട്ട് നമ്മൾ അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൂന്ന് ലെയറൊക്കെയുള്ള ഫ്ലവറായ കാരണം നമ്മൾ ഓരോ ലെയറിലുള്ള പെറ്റൽസിനും ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഡാർക്കൻ ചെയ്യണം. നെക്സ്റ്റ് വരയ്ക്കുന്ന റോസ് ഗൾഫ് എലമെൻറ്റ്സും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു റോസാണ്.
ഉള്ളിലുള്ള ലെയേഴ്സ് നമ്മൾ ഈ കാണുന്ന പോലെ ടിയർ ഡ്രോപ്സിൻ്റെ കുറേ വേരിയേഷൻസ് വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. നമ്മുടെ ടിയർ ഡ്രോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്ന ഭാഗമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ വരുമ്പോഴാണ് ഈ റോസിന് ഏറ്റവും ഭംഗി. ഇനി ഇതിന് ചുറ്റും നമ്മൾ സാധാ റോസ് പെറ്റൽസ് വരക്കുന്നത് പോലെ വരച്ചിട്ട് അതിന് ഷെയ്ഡിങ് കൊടുത്തിട്ട് ഔട്ട്ലൈൻസ് ഒന്നും കൂടെ ഡാർക്കൻ ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുന്ന പോലെ ചെരിഞ്ഞിട്ടുള്ളൊരു റോസ് വരയ്ക്കാം. ഫസ്റ്റ് ചെരിഞ്ഞിട്ടുള്ളൊരു സ്വേള് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ രണ്ട് അറ്റങ്ങളും ജോയിൻ ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിലും ലീഫി പോയിൻറ്റഡ് ആയിട്ടുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുക. അതിൻ്റെ നടുക്ക് വേറൊരു പെറ്റൽ വരച്ചിട്ട് പിന്നെ നമ്മൾ ഇടയിൽ ഓരോ പെറ്റൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പെർസ്പെക്റ്റീവിന് വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുകളിലുള്ള പെറ്റൽസ് വൈഡായിട്ടും അതുപോലെ സൈഡിലുള്ള പെറ്റൽസ് പോയിൻറ്റഡ് ആയിട്ടുമാണ് വരച്ചിട്ടുള്ളത്. കുറച്ച് എഫേർട്ട് എടുത്തിട്ട് പതുക്കെ നല്ലപോലെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്ലവറിന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ചും കൂടെ വേരിയേഷൻസിൽ നമുക്കിനി ഫ്ലവേഴ്സ് നോക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമാണ് പെറ്റൽസിന് കൊടുക്കുന്നത്. ഫുൾ ഷെയ്ഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ പൂവിൻ്റെ ഓവറോൾ ലുക്ക് നമുക്ക് ഇഷ്ടമായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഔട്ട്ലൈൻസ് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷെയ്ഡിങ്ങിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലൈനായിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ കോണിനെ പുഷ് ചെയ്യുന്നില്ല, ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമാണ് കോണിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രോക്സ് കുറച്ചും കൂടെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അടിയിൽ നിന്ന് മുകളിലേക്കും അതേപോലെ മുകളിൽ നിന്ന് അടിയിലേക്കും ഇതേപോലെ തന്നെ ചെയ്യാം. ഇതിന് കോൺട്രാസ്റ്റ് എന്ന പോലെ നല്ല ബോൾഡായിട്ടുള്ള ഡോട്ട്സ് ആണ് നമ്മൾ നടുവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പൂവിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻഡ് ആയപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഡാർക്കൻ ചെയ്തിട്ട് ആ പൂവിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫ്ലവർ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് വരച്ച ഫ്രിൽസ് കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വരച്ച അതേപോലെ തന്നെ സ്റ്റാർട്ടിലും എൻഡിലും വളരെ ലൈറ്റ് ലൈൻസും നടുവിൽ ബോൾഡ് ലൈനുമാണ് വരയ്ക്കുന്നത്. നടുവിൽ നമ്മൾ വരച്ചു കൊടുത്ത് രണ്ട് സർക്കിൾസിൻ്റെ ഇടയിലാണ് ഷെയ്ഡിങ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഏറ്റവും മുകളിലുള്ള സർക്കിൾ ഫില്ല് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഗൾഫ് എലമെൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള വേറൊരു ഫ്ലവറും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഗൾഫ് ഫ്ലവേഴ്സിനെ കുറിച്ച് മാത്രമായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സൊക്കെ പരിചയപ്പെടാം. ഇവിടെ ഞാൻ സിമെട്രിക്കൽ ആയിട്ടാണ് പെറ്റൽസ് വരക്കുന്നത്. അപ്പോൾ പെറ്റൽസ് വരച്ചതിന് ശേഷം നമുക്ക് പെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്യുന്ന പോലെ ഷെയ്ഡിങ് കൊടുക്കാം. ഒരു ടൈപ്പ് റോസും കൂടെ കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നമ്മൾ 3 ലെയർഡ് ആയിട്ടുള്ള റോസസ് മൊത്തം ഈ സീഡ് ടൈപ്പ് പെറ്റൽസ് വെച്ച് തന്നെയാണ് വരക്കുന്നത്. വരക്കാൻ നല്ല എളുപ്പമാണ്, ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇടയിൽ ഈ സീഡ് ടൈപ്പ് പെറ്റൽസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓരോ പെറ്റലിൻ്റെയും പകുതി വരെ ഞാൻ ഷെയ്ഡിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള 18ഓളം ഫ്ലവേഴ്സ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ പേര് ഒരു പേപ്പറിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ എല്ലാ എലിമെൻറ്റ്സും വരച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് സ്റ്റോറി ഇട്ടിട്ട് എന്നെ ടാഗ് ചെയ്തിട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്തവണയും ഞാൻ അതന്നെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗൾഫ് ഫ്ലവേഴ്സ് എങ്ങനെ വരയ്ക്കണമെന്ന് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻസിലൂടെ തന്നെ അറിയിക്കുക.